പിന്നെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ രാഷ്ട്രീയ ചൂട്? നല്ല ചൂട് പിടിക്കുന്നുണ്ട്. കേന്ദ്ര ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, റിട്ടയറായി, സ്വസ്ഥമായ ജീവിതം. വെരി ഗുഡ്. നമുക്ക് നടക്കാങ്ങോട്ട്, ഇവിടെ നിൽക്കുന്നതിന് എത്ര റൗണ്ട് നടന്നു? ഞാൻ ഒരു 6-7 കഴിഞ്ഞു. 6-7 റൗണ്ട് നടന്നു കഴിഞ്ഞു. ഒരു മണിക്കൂർ ഉണ്ടാവും ഇവിടെ. കേരളത്തിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലൊരു മാറ്റം. രണ്ടു മുന്നണികൾ മാറി മാറി ഭരിക്കുകയായിരുന്നു. നാട്ടിലെ പ്രമാണിയായി പോയില്ലേ? ഒരു നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ മോദി സർക്കാർ വരണമെന്നാണോ ഉദ്ദേശിച്ചത്? ആണോ? അതെ. എന്താ മോദി സർക്കാർ വന്നാലും മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. മലപ്പുറത്ത് നിങ്ങളൊരു ശബ്ദം അപ്രതീക്ഷിതമായിട്ടാണല്ലോ കേട്ടത്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ ചെല്ലുന്നുണ്ടാവില്ല. ആണോ? മാറ്റം ഉണ്ടാവണം. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത്. ഇവിടെ എന്താ രണ്ടായിട്ട് മത്സരിക്കാൻ കാരണം? തനിക്ക് രാവിലെ ഈ നാറിയ കഥകളല്ലാതെ നല്ല വർത്താനൊന്നും പറയാനില്ലേ? അപ്പൊ ഇവിടെ ഇന്ത്യ മുന്നണിയായിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുക, BJP ധൈര്യം ഉണ്ടെങ്കിൽ നേരിടാൻ. അല്ലേ? ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമേട്ട? BJP വന്ന എന്താ ഗുണം? ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ റെയിൽവേ ഒരുപാട് മാറ്റം വന്നു. അപ്പൊ അല്ലാതെ തന്നൂടെ? ഹൈവേ വന്നു. ഹൈവേ സംസ്ഥാന സർക്കാർ പൈസ കൊടുത്തിട്ടല്ലേ? കുളമാക്കിയതല്ല, വളരെ സ്ഥലം എടുക്കാൻ മാത്രമാണ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും വാങ്ങിയിട്ടില്ലല്ലോ പൈസ. കിട്ടിയില്ല അല്ലേ? പക്ഷെ അവസാന നിമിഷം കൈവിട്ടു. എല്ലാ സംസ്ഥാനവും സംസ്ഥാനം കൊടുത്തിട്ടില്ല, കേരളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 6000 കോടി. നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് 5850 നിങ്ങൾ ഇപ്പൊ പറഞ്ഞ മാതിരി 5850 കോടി വളരെ കുറച്ചല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് വാങ്ങിച്ചു BJP. ചെയ്യാൻ പാടുണ്ടോ? എല്ലാ സംസ്ഥാനത്തും വാങ്ങിക്കുന്നു. വയനാട്ടിലെ ആ ലോൺ എഴുതി തള്ളണ്ടായിരുന്നോ? എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. അയ്യോ രാവിലെ. ഓക്കെ, ശരി, ഓക്കെ, കാണാം. അപ്പോൾ താങ്ക് യു. ഒന്ന് വെച്ചാൽ 2 കിട്ടും. 2 അല്ല, ഇനി ഇവിടെ നിന്നാ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല.